കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം 2025 സെപ്റ്റംബർ മാസത്തിൽ വന്നിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പലപ്പോഴും ഈ കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സിറ്റുവേഷനിൽ ഭർത്താക്കന്മാരെ മാനസികമായി തളർത്തുവാനായിട്ടോ എതിർഭാഗം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, കുട്ടികളെ ഒരു കാരണവശാലും ഫാദറിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ മറ്റു വീട്ടുകാർക്കോ കാണിച്ചു കൊടുക്കാതെ ഇരിക്കുകയും അതിൻ്റെ പുറത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രഷർ ചെലുത്തി ഭർത്താക്കന്മാരെയും അവരുടെ കുടുംബക്കാരെയും മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. പലപ്പോഴും നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലൊന്നും കുട്ടികളെ ഒരു കാണിച്ചു തരാത്ത ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇതിനെ എല്ലാത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും ഇനി നടക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ അതിസുപ്രധാനമായിട്ടുള്ള ഒരു വിധി വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ വിധിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതായത് ദ സുപ്രീം കോർട്ട് ഹാസ് ഓൺ സെപ്റ്റംബർ 2025 സെറ്റ് every child has a right to the affection of both parents even if they live apart or in different countries, and it is important for the child to maintain a relationship with both of them, as denying such contact would deprive the child of love, guidance and emotional support of the father എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. The Supreme Court has held that denying contact would deprive the child of the love, guidance and emotional support of the father എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അവകാശമാണ്, മനസ്സിലായില്ലേ? അതായത് അച്ഛൻ്റെ അവകാശം എന്നുള്ളതിനെങ്കിലും പകരമായിട്ട് ഇപ്പം നമ്മൾ തിരിച്ചു പറയുകയാണ്, കുട്ടിയുടെ അവകാശമാണ് കുട്ടിക്ക് ഒരേ സമയം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ മാത്രം സ്നേഹം കൊടുത്താൽ പോരാ, അമ്മ മാത്രം കെയർ കൊടുത്താൽ പോരാ, പകരം എന്ത് വേണം? അച്ഛൻ്റെ സ്നേഹവും ആർക്ക് ആവശ്യമാണ്? കുട്ടിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടീനെ കാണണമെന്നോ കുട്ടിയുമായിട്ടുള്ളൊരു ബോണ്ട് ഫോം ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ ഒരു അപേക്ഷ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ അപേക്ഷ കീഴ്ക്കോടതികൾ മുഴുവൻ അനുവദിച്ചു കൊടുത്തേ മതിയാകൂ എന്നാണ് കോടതി പറയുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ വേറെ ഒരു സംസ്ഥാനത്താകാം, അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്ത് ആകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നേരിട്ട് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കുട്ടിയുമായി ഇൻ്ററാക്ട് ചെയ്യുവാനായിട്ട് വീഡിയോ കോളിൻ്റെ ഓപ്ഷൻസ് ഫാദർ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും അനുവദിച്ച് കൊടുക്കണം എന്ന് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഭാര്യയും ഭർത്താവും ചിലപ്പോൾ ഒരുപാട് ദൂരെയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുടക്കുകൾ, അതായത് ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ വെക്കേഷൻസ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? മൊത്തം എത്ര ദിവസം മുടക്കുണ്ടോ ആ മുടക്കിൻ്റെ 50% ദിവസം കുട്ടിയുടെ കസ്റ്റഡി എന്ന് പറയുന്നത് ഫാദറിന് നിർബന്ധമായും കൊടുത്തിരിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുട്ടീനെയോ അല്ലെങ്കിൽ കുട്ടികളെയോ കാണാൻ പറ്റാത്ത അച്ഛന്മാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കോടതി വിധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഫാമിലി കോടതിയിൽ ഒരു കേസായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.